ഹായ് ഗൈസ്, നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് അസ്യൂസിൻ്റെ സെൻഫോൺ 2 ലേസർ 2 GB റാം മോഡൽ ഫോണാണ്. ഇത് ആൻഡ്രോയിഡ് വെർഷൻ 6.0.1 മാർഷ്മെല്ലോയിൽ റണ്ണാകുന്ന ഒരു ഫോണാണ്. ഇതിൻ്റെ പ്രത്യേകത ഇതൊരു 4G നെറ്റ്വർക്ക് ഫോണാണ്. പക്ഷേ ഇതിനകത്ത് വോൾട്ടി സർവീസ് അവൈലബിൾ അല്ല. എന്നാൽ ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയിരിക്കുന്ന OSൻ്റെ വെർഷനിൽ ഒഫീഷ്യലി അസ്യൂസ് സെൻഫോൺ 2 ലേസറിന് വേണ്ടി 4G വോൾട്ടി സർവീസ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് ആർക്കും അത്ര പരിചിതമല്ല. പുതുതായിട്ട് അപ്ഡേറ്റിലാണ് ഇത് വന്നിരിക്കുന്നത്. എന്നാൽ നമുക്ക് നോർമൽ അപ്ഡേറ്റ് വഴി, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി ഈ അപ്ഡേഷൻ ചെയ്യാൻ സാധിക്കുന്നില്ല. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി നമ്മൾ അപ്ഡേറ്റ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് ശേഷം അപ്ഡേഷൻ ഫെയിലിയർ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് നമ്മൾ ഏതെങ്കിലും ബ്രൗസറിൽ പോവുക. അതിൽ അസ്യൂസ് സെൻഫോൺ 2 ലേസർ ഫേംവെയർ എന്ന് സെർച്ച് ചെയ്യുക. ഇതിനകത്ത് രണ്ടാമത് കിടക്കുന്ന ഡൗൺലോഡ് ഓപ്ഷനിലേക്ക് പോവുക. ഇതിനകത്ത് OS വെർഷൻ നമ്മൾ ആൻഡ്രോയിഡ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും താഴോട്ട് പോകുക. ഇതിനകത്ത് ഫേംവെയർ എന്ന് പറഞ്ഞൊരു ലിങ്ക് കാണാൻ സാധിക്കും. അതിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ഫേംവെയർ ഏതാണോ അത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇതിലിവിടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു 1.65 GB ഒരു ഫേംവെയർ ആണ്. ഇത് ഗ്ലോബൽ എന്ന ഐക്കണിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഓൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്തതാണ്. ഇത് എൻ്റെ SD കാർഡിൽ ഓൾറെഡി അവൈലബിൾ. അതൊന്ന് ചെക്ക് ചെയ്യാം. എൻ്റെ SD കാർഡിൽ 1.65 GB അപ്ഡേറ്റ് അവൈലബിൾ ആണ്. കാർഡിലേക്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ അസ്യൂസിൻ്റെ റിക്കവറി മോഡിലേക്ക് പോകുക എന്നുള്ളതാണ്. അതിനായിട്ട് ആദ്യമായിട്ട് നിങ്ങൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക. സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം ബാറ്ററി ഊരി 2 സെക്കൻഡിന് ശേഷം വോളിയം ഡൗൺ ബട്ടണും പവർ ബട്ടണും ഒരുപോലെ അമർത്തുക. ശേഷം ഫോൺ റിക്കവറി മോഡിൽ ഓണായി വരുന്ന കാണാം. റിക്കവറി മോഡിൽ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അപ്ഡേറ്റ് ഫ്രം SD കാർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഫേംവെയർ ഓട്ടോമാറ്റിക്കലി നമുക്കതിൽ കാണാൻ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം ആ ഫേംവെയർ അപ്ഡേറ്റ് ആകുന്നതായിട്ട് നമുക്ക് കാണാം. ഈ അപ്ഡേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം റീസ്റ്റാർട്ട് ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. റീസ്റ്റാർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഓട്ടോമാറ്റിക്കലി റീസ്റ്റാർട്ട് ആവുന്ന കാണാം. റീസ്റ്റാർട്ടായി നോർമൽ മോഡിൽ ഫോൺ ഓണായി വരും. ഈ അപ്ഡേഷൻ മൂലം നിങ്ങളുടെ ഫോണിലെ ഒരു ഡേറ്റയും നഷ്ടമാകുന്നില്ല. ഒഫീഷ്യൽ അപ്ഡേറ്റ് ആയതുകൊണ്ട് എല്ലാ ഡേറ്റയും നമുക്ക് ഓൾറെഡി അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്സ്, ഗെയിം ഡേറ്റ, അല്ലാതെ നിങ്ങളുടെ പ്രൈവറ്റ് ഡേറ്റാസ്, ഇത് ഫോട്ടോസ്, വീഡിയോസ്, ഇതെല്ലാം ഇതിൽ തന്നെ കാണും. ഒരു ഡേറ്റയും നമുക്ക് നഷ്ടമാകുന്നില്ല. അതിനുശേഷം നമ്മൾ സെറ്റിങ്സിലേക്ക് പോവുക. ഞാൻ ഓൾറെഡി അപ്ഡേറ്റഡ് ആണ് എൻ്റെ ഫോൺ, അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞു തരുന്നത്. സെറ്റിങ്സിൽ പോയിട്ട് മോർ എടുത്തതിന് ശേഷം സെല്ലുലാർ ഡേറ്റ എടുക്കുക. നമ്മൾ പഴയ വെർഷൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നവർക്ക് അറിയാൻ കഴിയും, ഇതിനകത്ത് എൻഹാൻസ്ഡ് 4G LTE മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ പഴയ വെർഷനിൽ കാണാൻ സാധിക്കില്ല. എന്നാൽ ഇപ്പോഴത്തെ വെർഷനിൽ ഇങ്ങനൊരു ഓപ്ഷൻ കാണാം. നിങ്ങളത് ഓൺ ചെയ്തതിന് ശേഷം നോട്ടിഫിക്കേഷൻ ബാറിൽ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ 4G എന്ന് കാണിച്ചിരുന്ന സ്ഥലത്ത് VOLTE എന്ന് പറയുന്ന ഓപ്ഷൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാക്സിമം നിങ്ങളുടെ ജിയോ സിം, ഇപ്പോൾ വോൾട്ടി അവൈലബിൾ ആയിട്ടുള്ള സിം ജിയോ സിമ്മാണ്. ജിയോ സിം ഫസ്റ്റ് സിം പോർട്ടിൽ ഇടാൻ ശ്രമിക്കുക. സെക്കൻഡ് സിം പോർട്ടിൽ ചിലപ്പോൾ അവൈലബിൾ ആയെന്ന് വരില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഫസ്റ്റ് സിം പോർട്ടിൽ ഇടാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്താൽ നിങ്ങൾക്ക് നോർമലി വോൾട്ടി സർവീസ് ഉപയോഗിക്കാൻ സാധിക്കും. വോൾട്ടി സർവീസ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരപ്രദമാകുന്നത് നിങ്ങൾക്ക് ജിയോ 4G വോയിസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ട എന്നുള്ളതാണ്. നിങ്ങൾക്ക് നോർമലി ഇതിൽ നിന്ന് കോൾ ചെയ്യാൻ സാധിക്കും. നോർമൽ ഡയലറിൽ നിന്ന് കോൾ പോകുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും, ഞാൻ ജിയോ 4G നെറ്റ്വർക്കിൽ നിന്നാണ് കോൾ പോകുന്നത്. ആ കോൾ സക്സസ്ഫുള്ളി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. താങ്ക് യു.